സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണ്. ഇനി ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ ഒന്ന് രണ്ടുപേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. എല്ലാവർക്കും നമസ്തേ. ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. ഇത് CITU സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടതും കേട്ടതും. ആദ്യമായി അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയാൻ കാണിച്ച ആർജവത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം മറ്റൊരാളുടെ പേരിൽ ചാർത്തിക്കൊണ്ടാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ സുരേഷ് ഗോപി ആശാപ്രവർത്തകരുടെ യോഗത്തിൽ വന്നിട്ട് കൊട കൊടുക്കുന്നതിലൂടെ പിടിച്ചുമ്മയും കൂടെ കൊടുക്കുന്നുണ്ടെന്ന്. അത് നമുക്കറിയാം. സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം നമുക്കെല്ലാവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. അപ്പം ഗോപിനാഥൻ പറഞ്ഞത് കൊട കൊടുത്തിട്ട് ഉമ്മയും കൂടെ കൊടുത്തുവെന്ന് അറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗോപിനാഥൻ ചെയ്യുന്ന കാര്യമാണിത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിലുള്ളപ്പെട്ടവർക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അവരെ പിടിച്ചുമ്മ വെക്കും എന്നുള്ള കാര്യം നമുക്കിപ്പം മനസ്സിലായി. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചത് എന്താണോ അതായിരിക്കും നമ്മുടെ മരണം വരെ നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ സമൂഹത്തിൽ പെരുമാറുക. പിന്നെ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെയും അവരുടെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലമായിരിക്കും. നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അവൻ്റെ സ്വഭാവത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും കാണുന്നത് ആ സ്വാധീനമായിരിക്കും ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തിനെ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ ആ വ്യക്തി ഈ ഒരു കുഞ്ഞ് പഠിക്കുന്ന സ്കൂള് അല്ലെ ആ പ്രവർത്തിക്കുന്ന സമൂഹം, ആ പ്രവർത്തിക്കുന്ന സംഘടന, ഇതേപോലുള്ള ഈ സാഹചര്യത്തിൽ കൂടിയായിരിക്കും നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗോപിനാഥൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൽ കൂടി ചെറുപ്പത്തിലെ ശീലിച്ചു വന്ന കാര്യങ്ങൾ, പിന്നെ അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സംഘടനാ ചുറ്റുപാട്, സംഘടനാ പ്രവർത്തനത്തിലെ അനുഭവങ്ങൾ, അതിൽ നിന്ന് കിട്ടിയ ഒരു പരിചയം, അതിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനം, അതായിരിക്കും അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. എങ്കിലും അദ്ദേഹം അത് വിളിച്ചു പറയാൻ കാണിച്ച ആ ഒരു ആർജവത്തിന് നമുക്ക് നന്ദി പറയാതിരിക്കാൻ, നന്ദിയല്ല, അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ പറയാനുള്ളത്, എല്ലാ മനുഷ്യരും എന്നെപ്പോലെ പെരുമാറണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ എല്ലാ മനുഷ്യരും എന്നെപ്പോലെയാണ് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നത്, അത് വളരെ മിഥ്യാധാരണയാണ്. അത് തെറ്റായ ധാരണ എന്ന് തന്നെയല്ല, അത് ശരിയായ കാര്യവുമല്ല. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യും എന്നുള്ള എൻ്റെ ചിന്ത, അതൊരു മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. സമൂഹത്തിൽ തന്നെ നമുക്കറിയാം എത്രയോ പേര് വളരെ മോശം പ്രവൃത്തിയുമായിട്ട് നടക്കുന്നു. അവര് കാണിക്കുന്നത് അതിനെ വിളിച്ചു പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഒരു വേദി കിട്ടിയാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവസരം കിട്ടിയാലും നമ്മളത് വിളിച്ചു പറയും. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിന്തയും അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കണം, ഞാൻ അതാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ബോധം എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളും. അത്
നമ്മൾ ഈ അവസരം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ. അനവസരത്തിലായാൽ അതിന് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് മാറുകയുള്ളൂ. അതുകൊണ്ട് ശ്രീമാൻ ഗോപിനാഥൻ ഇനിയെങ്കിലും ഇതേപോലെ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് മറ്റൊരാളുടെ പേര് പറഞ്ഞാണെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതൊരു അടച്ചു കെട്ടിയ ഒരു ഹാളിലോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ചാനലുകളും എല്ലാവരും ലോകം മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രവൃത്തി, തൻ്റെ ആ ഒരു ജീവിതചര്യ, അല്ലെ താൻ എങ്ങനെയാണ് സമൂഹത്തിൽ അല്ലെ തൻ്റെ സംഘടനയിൽപ്പെട്ടവരോട് പെരുമാറുന്നത് എന്ന കാര്യം ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയരുത്. അതൊക്കെ ഇച്ചിരി എല്ലാ കാര്യത്തിലും നമ്മൾ പറയും. ഏതൊരു കാര്യത്തിനും നമ്മൾ ഇച്ചിരി അടക്കവും ഇച്ചിരി മൂടി വെച്ച് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം. അതാണ് അതിൻ്റെ ഭംഗി, അതാണ് അതിൻ്റെ മാന്യത. കാരണം ഇതേപോലൊരു സംഘടനയുടെ കൊച്ചു നേതാവൊന്നുമല്ല, ചെറിയ നേതാവൊന്നുമല്ല, സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ശ്രീമാൻ ഗോപിനാഥൻ. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളും വിചാരിക്കും, എൻ്റെ നേതാവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ, അതുകൊണ്ട് ഞങ്ങളും ചെയ്യും. ഞങ്ങൾ ചെയ്താലും അത് തെറ്റല്ല, സമൂഹവും തെറ്റായിട്ട് പറയത്തില്ല. ഈ പറയുന്ന നേതാവിന് പോലും നമ്മളെ നിയന്ത്രിക്കാനോ അല്ലെ അത് ശാസിക്കാനോ കഴിയും. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യം ഞങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം ദയവ് ചെയ്ത് സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കാതെ താൻ ചെയ്യുന്ന കാര്യം ഒന്നിൽ താൻ അത് തന്നിൽ തന്നെ അത് അടക്കി വെക്കുക. അല്ലെന്നുണ്ട് തൻ്റെ അനുയായികൾ, നമ്മുടെ അനുയായികൾ കൂട്ടം കൂടി ഇരിക്കുന്നിടത്ത് വെച്ച് മറ്റ് പൊതുസമൂഹം ശ്രദ്ധിക്കാത്ത സാഹചര്യമാണെങ്കിൽ വിളിച്ചു പറയുക. അല്ലാതെ ഇങ്ങനെ ഈ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ് സ്വയം വില കളയരുത്. സുരേഷ് ഗോപിയെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടവരെ കുറിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് വേണേലും കുറ്റം പറയാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഗോപിനാഥ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർ ചെയ്യുന്നു എന്ന രീതിയിൽ വിളിച്ച് പറയുന്നത് വളരെ മോശമാണ്. അത് സമൂഹത്തിന് ചേർന്നതല്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് അത് യോജിച്ചതായിരിക്കും. കാരണം നിങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഈ തീവ്രത അളക്കാനൊക്കെ ആളുകളെ വെച്ചിട്ട് തീവ്രത പോരാ, ഇച്ചിരൂടെ തീവ്രത വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കേരള സമൂഹം എല്ലാം കേൾക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സംഘടനയ്ക്ക് യോജിച്ച കാര്യം നിങ്ങളുടെ സംഘടനയിൽ ഒതുക്കി നിർത്തുക, മറ്റുള്ളവരുടെ മുകളിൽ ചാർത്തി കൊടുക്കാതിരിക്കുക. അതാണ് മാന്യത, സംഘടനാ പ്രവർത്തനത്തിന്റെ മാന്യതയും. കാരണം നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് വിപ്ലവമാണ്. നിങ്ങളുടെ പ്രസ്ഥാനം സായുധ വിപ്ലവത്തിലൂടെ അധികാരം കൊണ്ടുവരിക, മറ്റുള്ള ഈ വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തങ്ങൾ. എന്ന് പറഞ്ഞിട്ട് മറ്റ് പ്രസ്ഥാനങ്ങൾ, അതായത് ഇപ്പം കോൺഗ്രസ് ആട്ടെ, BJP ആട്ടെ, അല്ലെങ്കിൽ BJP ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളാട്ടെ, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളാട്ടെ, അവർക്കൊന്നും വിപ്ലവം എന്നുള്ള ഒരു കാര്യം, സായുധ വിപ്ലവമോ വർഗ വിപ്ലവമോ ഒന്നും അവരുടെ ഒന്നും അജണ്ടയിലുള്ളതല്ല. ഉന്മൂലന സിദ്ധാന്തമോ അവരുടെ സിദ്ധാന്തത്തിലുള്ളതല്ല. ഇതെല്ലാം നിങ്ങളുടെ സിദ്ധാന്തമാണ്, നിങ്ങളുടെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കോൺഗ്രസ് അത് അല്ലെ BJP അവര് ഉന്മൂലന സിദ്ധാന്തമാണ് അവർ നടപ്പാക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതൊന്നും അല്ല അവര് ചെയ്യുന്നത്. നിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നത്. അത് നിങ്ങൾ മറ്റ് ആൾക്കാരുടെ മുകളിൽ ചാർത്തി കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം സുരേഷ് ഗോപി ചെയ്തു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത്. ഇത് അത്ര നല്ലതല്ല, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു മാന്യതയുമല്ല. പിന്നെ നിങ്ങൾക്ക് മാന്യത ഉണ്ടായിരുന്നു നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് മാന്യതയുടെ കാര്യം പറഞ്ഞിട്ട് കഥയില്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളിൽ തന്നെ ഒതുക്കി നിർത്തുക, മറ്റുള്ളവരുടെ മേൽ ചാറ്റി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും
ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.